consider a magnet tied to a string and is oscillating. We bring a coil near the oscillating magnet. You can see that the oscillations of the magnet decreases and finally the magnet comes to a stop. So what is happening? When the magnet moves towards the coil, the magnetic flux linked within the coil changes and a current will be induced in it which opposes the motion of the magnet. ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്താ ചെയ്യുക? ഇൻഡ്യൂസ്ഡ് കറണ്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യും. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്താ? മാഗ്നറ്റ് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് മാഗ്നറ്റിൻ്റെ മോഷനെ ഒപ്പോസ് ചെയ്യും. മാഗ്നറ്റ് വിൽ കം ടു എ സ്റ്റിൽ. നൗ യു ബ്രിങ് എ മെറ്റൽ പ്ലേറ്റ് ഇൻസ്റ്റെഡ് ഓഫ് the coil near the magnet and the magnet is made to oscillate. നിങ്ങൾ എന്താ കാണുന്നത്? You can see that the oscillation of the magnet decreases and finally the magnet will come to a stop. മാഗ്നറ്റിൻ്റെ ഓസിലേഷൻ കുറഞ്ഞ് അവസാനം മാഗ്നറ്റ് അവിടെ സ്റ്റോപ്പ് ആവും. അപ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? We can say that there will be a change of magnetic flux in the metal plate also. This change of flux produces an induced current in the metal plate. The induced current will oppose the change of flux. ഫ്ലക്സ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്താ? മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്താ? മാഗ്നറ്റ് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ത് ചെയ്യും? മാഗ്നറ്റിൻ്റെ മോഷനെ ഒപ്പോസ് ചെയ്യും. മാഗ്നറ്റ് വിൽ കം ടു എ സ്റ്റോപ്പ്. ഇനി ഈ മെറ്റലിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് എങ്ങനെയാണ്? The induced current will flow in closed circles all over the surface of the metal. അതുകൊണ്ടാണ് ഇൻഡ്യൂസ്ഡ് കറണ്ടിന് എഡ്ഡി കറൻസ് എന്നാണ് പറയുക. എഡ്ഡി എന്ന് പറഞ്ഞാൽ സർക്കിൾ അല്ലെങ്കിൽ വേൾപൂൾ എന്നാണ് അർത്ഥം. എക്സാമിന് ക്വസ്റ്റ്യൻ വരാം, വാട്ട് ഈസ് മെൻ ബൈ എഡ്ഡി കറണ്ട്? ഹൗ ആർ എഡ്ഡി കറൻസ് മിനിമൈസ്ഡ് ഇൻ എ ട്രാൻസ്ഫോർമർ? Whenever there is a change of magnetic flux within a metal, a current will be induced in the metal. These currents flow in closed circles and are called eddy currents. Eddy currents ന് ഒരു പേരും കൂടി ഉണ്ട്, ഫോക്കോൾട്ട് കറന്റ്. ഇനി എഡ്ഡി കറന്റ് ലോസ് എന്താന്ന് നമ്മൾ കാണാൻ പോവാണ്. എഡ്ഡി കറൻസ് ഇൻഡ്യൂസ് ആവുക മെറ്റൽസിലാണ്. മെറ്റൽസിന് നിങ്ങൾക്കറിയാം റെസിസ്റ്റൻസ് കുറവാണ്. റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് മെറ്റലിൽ ഉണ്ടാകുന്ന എഡ്ഡി കറൻറ്റ് ഹൈ ആയിരിക്കും. അങ്ങനെയാവുമ്പം കറൻറ്റ് കാരണം ആ മെറ്റൽ ഹീറ്റാവും. സോ എനർജി ഈസ് ലോസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ദിസ് ലോസ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഈസ് കോൾഡ് എഡ്ഡി കറൻറ്റ് ലോസ്. എഡ്ഡി കറൻറ്റ് ലോസ് ട്രാൻസ്ഫോമറിലും ഡൈനാമോയിലും നമുക്ക് കാണാൻ പറ്റും. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിവൈസ് ടു സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ ദ വോൾട്ടേജ്. ട്രാൻസ്ഫോമറിലൊരു മെറ്റൽ പീസ് ഉണ്ടാവും, ഇതിന് കോർ എന്നാണ് പറയുക. ഒരു അയേൺ കോറാണിത്. അയേൺ കോറിൻ്റെ ഒരറ്റത്ത് പ്രൈമറി കോയിലും വൈൻഡ് ചെയ്യും, മറ്റേ അറ്റത്ത് സെക്കൻഡറി കോയിലും വൈൻഡ് ചെയ്യും. പ്രൈമറി കോയിലിലൂടെ നമ്മൾ എ സി പാസ് ചെയ്യും, ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ്. ഇപ്പോൾ കറൻറ്റ് കാരണം ഇവിടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സും ചേഞ്ച് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഫ്ലക്സും ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ മെറ്റലിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ ഈ അയേൺ കോറിൽ എന്തുണ്ടാവും? എഡ്ഡി കറണ്ട് ഉണ്ടാവും. എഡ്ഡി കറണ്ട് കാരണം ഈ മെറ്റൽ പീസ്, ഈ അയേൺ കോർ ഹീറ്റാവും. വി വിൽ ലൂസ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. നമുക്ക് എഡ്ഡി കറണ്ട് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല, നമുക്ക് എഡ്ഡി കറണ്ട് കുറയ്ക്കാനേ പറ്റുള്ളൂ. ടു റെഡ്യൂസ് ദ എഡ്ഡി കറണ്ട് ദ റെസിസ്റ്റൻസ് ഓഫ് ദിസ് മെറ്റൽ ഈസ് ഇൻക്രീസ്ഡ്. എങ്ങനെയാണ് ഈ മെറ്റലിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുക? ഒരൊറ്റ ബ്ലോക്ക് ആക്കിയിട്ട്, ഈ അയേൺ കോർ ഒരൊറ്റ ബ്ലോക്കായി എടുക്കുന്നതിന് പകരം ഇങ്ങനെ കുറേ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ എടുക്കുക, എന്നിട്ട് ഒരുമിച്ച് വെക്കും. അങ്ങനെ ചെയ്യുമ്പം ഏരിയ കൂടും. ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. ഇതിന് ലാമിനേഷൻ എന്നാണ് പറയുക.
So to reduce the eddy current, the resistance of the iron core is increased. എങ്ങനെ റെസിസ്റ്റൻസ് കൂട്ടുന്നത്? By laminating. The core of the transformers are laminated to reduce the eddy current. Eddy current undesirable ആണ്. It leads to eddy current losses. നമ്മളിപ്പോൾ കണ്ടതാണ്. പക്ഷെ നമുക്ക് എഡ്ഡി കറൻറ്റിനെ കൊണ്ട് ഉപയോഗമുണ്ട്. We are going to see 4 applications of eddy currents. This model shows the working of an induction brake. It consists of a wheel that can be rotated by means of a motor. ഈ കാണുന്നത് ഒരു മാഗ്നറ്റ് ആണ്. When the motor is switched on, the wheel will start to rotate. വീല് കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. Now the magnet is pushed towards the wheel and the wheel will stop rotating. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മൾ മാഗ്നറ്റ് വീലിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യിക്കുമ്പം വീല് റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. വീല് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് വീലിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു. When the magnetic flux changes, an eddy current will be induced in the metal wheel. This eddy current will oppose the change of flux. ഫ്ലക്സ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം വീല് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. So the eddy current will oppose the motion of the wheel and the wheel will come to a stop. ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് ഇൻഡക്ഷൻ ബ്രേക്ക്. A metal drum is coupled to the wheel of a train. To apply brakes, a strong magnetic field is applied to the drum. Eddy currents are set up in the drum which opposes the motion of the drum and the wheel. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ സ്പീഡോമീറ്റർ ആണ്. A tiny magnet rotates according to the speed of the vehicle. വീലിൽ നിന്ന് വരുന്ന വാഹനത്തിൻ്റെ സ്പീഡിനനുസരിച്ചിട്ട് ഈ ടൈനി മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യും. ദ മാഗ്നറ്റ് റൊട്ടേറ്റ്സ് ഇൻ ആൻ അലൂമിനിയം ഡ്രം. ഇതാണ് അലൂമിനിയം ഡ്രം. വെൻ ദ മാഗ്നറ്റ് റൊട്ടേറ്റ്സ്, ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദ അലൂമിനിയം ഡ്രം ചേഞ്ചസ് ആൻഡ് an eddy currents are set up in the drum. The drum turns. The drum is attached to the speedometer pointer which shows the speed. ഈ രീതിയിലാണ് സ്പീഡോമീറ്ററിൽ എഡ്ഡി കറന്റ് ഉപയോഗപ്പെടുത്തുന്നത്. When current is passed through a galvanometer, the coil oscillates about its mean position before it comes to rest. To bring the coil to rest immediately, the coil is wound on a metallic frame. Now when the coil oscillates, eddy currents are set up in the metallic frame which opposes further oscillations of the coil. This in turn enables the coil to attain its equilibrium position almost instantly. ഇനി മൂന്നാമത്തത് ഡെഡ് ബീറ്റ് ഗാൽവനോമീറ്റർ. When current is passed through a galvanometer, the coil oscillates for some time before it comes to rest. To get the reading immediately, the coil is wound over a metallic frame. Now when the coil oscillates in the magnetic field, eddy currents are set up in the metallic frame which opposes the further oscillation of the coil. Now the coil stops instantaneously. Induction furnace consists of a chamber in which the metal to be melted is put. A high frequency AC is passed on to the copper coils. ആ കോപ്പർ കോയിലിലൂടെ ഹൈ ഫ്രീക്വൻസി കറൻറ്റ് പാസ് ചെയ്യുമ്പോൾ കോപ്പർ കോയിലിൽ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. സോ there is a change of magnetic field and a magnetic flux in the metal kept in the chamber. This induces an eddy current in the metal. The eddy current
heats the metal, and due to the very high temperature the metal inside the chamber gets melted. ഈ രീതിയിലാണ് നമ്മൾ ഇൻഡക്ഷൻ ഫർണസ് ഉപയോഗിച്ചിട്ട് മെറ്റലിനെ മെൽറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ട പോലെ നാലാമത്തെ ആപ്ലിക്കേഷൻ ഇൻഡക്ഷൻ ഫർണസ് ആണ്. എ സ്ട്രോങ് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് ടു ദ മെറ്റൽ ടു ബി മെൽറ്റഡ്. Eddy currents are induced in the metal which heats the metal and the metal is melted. അപ്പോൾ ഇങ്ങനെ 4 ആപ്ലിക്കേഷൻസ് ആണ് എഡ്ഡി കറൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ളത്. അടുത്തത് സെൽഫ് ഇൻഡക്ഷൻ. ഈ സർക്യൂട്ട് കൺസിഡർ ചെയ്യുക. It consists of a coil connected to a cell and a key K. We will see what happens when the key is closed. When the key is closed, the current will start to increase from 0 to maximum. ഇപ്പോൾ ഈ സെല്ലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 1 ആംപിയർ ആണെന്ന് വിചാരിക്കുക. നമ്മൾ കീ ക്ലോസ് ചെയ്യുമ്പോൾ ഈ സർക്യൂട്ടിലൂടെ കറണ്ട് 0-ൽ നിന്ന് 1 ആംപിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. When you know that a current carrying conductor produces a magnetic field. Current increase ചെയ്യുമ്പോൾ ഈ കോയിലിലുള്ള മാഗ്നറ്റിക് ഫീൽഡും ഇൻക്രീസ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സും ഇൻക്രീസ് ചെയ്യും. When the magnetic flux changes, an EMF will be induced in the coil. ഈ ഇൻഡ്യൂസ്ഡ് EMF എന്താ ചെയ്യുക? ഇൻഡ്യൂസ്ഡ് EMF opposes the change of magnetic flux. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്താ? ഇതിലുള്ള കറണ്ട് 0-ൽ നിന്ന് മാക്സിമം ആവുന്നതാണ്. നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ 0-ൽ നിന്ന് 1 ആംപിയർ ആയി ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത്. സോ വാട്ട് വിൽ ദ ഇൻഡ്യൂസ്ഡ് EMF ഡു? ദ ഇൻഡ്യൂസ്ഡ് EMF വിൽ ഒപ്പോസ് ദ ഇൻക്രീസ് ഓഫ് ദ കറണ്ട് ഫ്രം 0 ടു മാക്സിമം. ഇൻഡ്യൂസ്ഡ് EMF കറണ്ടിന്റെ ഗ്രോത്തിനെ ഒപ്പോസ് ചെയ്യുന്നു. ബട്ട് സ്റ്റിൽ ദ കറണ്ട് വിൽ ഡു സം വർക്ക് അഗെയിൻസ്റ്റ് ദിസ് ഇൻഡ്യൂസ്ഡ് EMF and it will reach a maximum. ഈ എക്സാമ്പിളിൽ കറണ്ട് ഇൻഡ്യൂസ്ഡ് EMFനെതിരെ വർക്ക് ചെയ്ത് 1 ആംപിയർ ആയി മാറും. പിന്നെ ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കോൺസ്റ്റന്റ് ആണ്, സേ 1 ആംപിയർ. കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡും ഫ്ലക്സും ഉണ്ട്, പക്ഷെ ഫ്ലക്സിൽ ചേഞ്ച് ഇല്ല. ഫ്ലക്സിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് എന്തുണ്ടാവില്ല? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവില്ല. അപ്പൊ കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ, കറണ്ടിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ മാത്രമേ ആ കോയിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുള്ളൂ. കറണ്ട് കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവില്ല. Now we will see what happens when the key is opened. ഈ ചിത്രം നോക്കുക. നമ്മൾ കീ റിലീസ് ചെയ്താൽ the current will decrease from maximum to 0. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ 1 ആംപിയറിൽ നിന്നും 0 ആംപിയർ ആയിട്ട് കറണ്ട് കുറയും. When the current decreases, the magnetic field in the coil decreases, the magnetic flux linked with the coil decreases. So again an induced EMF is produced in the coil. Induced EMF എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫ്ലക്സ് ഡിക്രീസ് ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യും. മാഗ്നറ്റിക് ഫ്ലക്സ് ഡിക്രീസ് ചെയ്യാനുള്ള കാരണം എന്താ? കറണ്ട് ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ്. So the induced EMF will oppose the decrease of the current through the coil. കണ്ടില്ലേ? When the key is released, the current decreases from maximum to 0. So the magnetic flux linked with the coil also decreases. So there will be a change of magnetic flux, and this change of magnetic flux induces an EMF which opposes the decay or decrease of the current in the coil. ഒരു കോയിലിലൂടെ കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് EMF കറണ്ടിന്റെ ഇൻക്രീസിനെ ഒപ്പോസ് ചെയ്യും. ഒരു കോയിലിലൂടെ കറണ്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ വീണ്ടും അതിലൊരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് EMF ആ കറണ്ട് കോയിലിലൂടെ കറണ്ട് ഡിക്രീസ് ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യും. ദിസ് പ്രോപ്പർട്ടി എക്സിബിറ്റഡ് ബൈ ദ കോയിൽ ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ ഈസ് the property of the coil by which it opposes the growth or decay of the current flowing through it. Self-induction opposes the growth or decay of current through a coil. Hence it is called the inertia of electricity. Inertia എന്താ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചതാണ്. സെൽഫ് ഇൻഡക്ഷൻ കറണ്ടിനെ ഇൻക്രീസ് ചെയ്യുന്നതിനെയും അല്ലെങ്കിൽ കറണ്ട് ഡിക്രീസ് ചെയ്യുന്നതിനെയും ഒപ്പോസ് ചെയ്യുന്നത് കൊണ്ട് സെൽഫ് ഇൻഡക്ഷനെ നമ്മൾ ഇനേർഷ്യ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയാറുണ്ട്. ചിത്രം നോക്കുക. ഒരു കോയിലാണ്.
എ കോയിൽ ദാറ്റ് എക്സിബിറ്റ്സ് സെൽഫ് ഇൻഡക്ഷൻ ഈസ് ഓൾസോ കോൾഡ് ഇൻഡക്ടർ. അപ്പോൾ നമ്മൾ ഈ കോയിലിനെ നമുക്ക് ഇൻഡക്ടർ എന്ന വാക്കുകൊണ്ടും വിളിക്കാറുണ്ട്. നിങ്ങൾക്ക് ഒരു സർക്യൂട്ടിൽ കറണ്ടിന്റെ ഫ്ലോ ഒപ്പോസ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലൊരു റെസിസ്റ്റർ ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ റെസിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് സാധാരണ കറണ്ടിനെ ഒപ്പോസ് ചെയ്യാറ്. റെസിസ്റ്റർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു കറണ്ട് റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്താൽ റെസിസ്റ്റൻസ് കാരണം ആ മെറ്റൽ ഹീറ്റ് ആവും. അപ്പോൾ അവിടെ ഹീറ്റ് ലോസ് ഉണ്ടാവും, ജൂൾസ് ഹീറ്റ് ലോസ്, H=I²RT. അപ്പം നമ്മളൊരു സർക്യൂട്ടിൽ കറണ്ടിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി റെസിസ്റ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ there will be energy loss in the form of heat. എന്നാൽ ആ സർക്യൂട്ടിൽ റെസിസ്റ്ററിന് പകരം ഇങ്ങനെ ഒരു കോയിൽ ഉപയോഗിക്കുകയാണെങ്കിലോ, റെസിസ്റ്റൻസ് കുറഞ്ഞ ഒരു കോയിൽ ഉപയോഗിക്കുകയാണെങ്കിലോ, ഈ കോയിലും കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. ഈ കോയിൽ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നത് റെസിസ്റ്റൻസ് എന്ന ആ ഫാക്ടർ ഉപയോഗിച്ചിട്ടല്ല, പിന്നെയോ സെൽഫ് ഇൻഡക്ഷൻ എന്ന ഫിനോമിനൻ കാരണമാണ്. ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായി. ആ ഇൻഡ്യൂസ്ഡ് EMF ആണ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു സർക്യൂട്ടിൽ കറണ്ടിനെ ഒപ്പോസ് ചെയ്യാൻ റെസിസ്റ്ററിന് പകരം ഒരു ഇൻഡക്ടർ ഉപയോഗിച്ചാലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഇൻഡക്ടർ ഉപയോഗിച്ച് നമുക്ക് കറണ്ടിനെ ഒപ്പോസ് ചെയ്യാനും പറ്റും. എന്നാൽ റെസിസ്റ്റൻസ് കുറഞ്ഞ മെറ്റീരിയൽ കൊണ്ട് ഇൻഡക്ടർ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എനർജി ലോസ് കുറയ്ക്കാനും പറ്റും. അപ്പൊ ഇതാണ് ദിസ് ഇസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ആൻ ഇൻഡക്ടർ ഓവർ എ റെസിസ്റ്റർ. അങ്ങനെയാണെങ്കിൽ ഐഡിയൽ ഇൻഡക്ടർ എന്താണ്? ഒരിക്കൽ എക്സാമിന് ചോദിച്ചതാണ്. വാട്ട് ഈസ് മെൻ ബൈ ഐഡിയൽ ഇൻഡക്ടർ? An ideal inductor has high self-inductance എന്ന് പറഞ്ഞാൽ it can produce large induced EMF. So an ideal inductor has high self-inductance and zero ohmic resistance. Resistance 0 ഉള്ള high self-inductance ഉള്ള ഒരു കോയിലിനെയാണ് നമ്മൾ ഐഡിയൽ ഇൻഡക്ടർ എന്ന് പറയാം. ഇതൊരു റെസിസ്റ്റൻസ് ബോക്സ് ആണ്. റെസിസ്റ്റൻസ് ബോക്സ് നമ്മൾ കറന്റ് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിൽ ഫെമിലിയർ ആയതാണ്. റെസിസ്റ്റൻസ് ബോക്സിൽ ഇതുപോലെ കോയിൽസ് ഉണ്ടാവും. കോയിൽ നിങ്ങൾ ചിത്രം നോക്കിയാൽ കാണാം. ഈ കോയിൽ ഒരു വയർ കൊണ്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, 2 വയർ ഉണ്ട് അല്ലെ. കോയിലിന് 2 വയർ കാണാം. ഓരോ കോയിലും 2 വയർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഒരു വയറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അടുത്ത വയറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ 2 വയറിലും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കും. സോ ദ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ക്യാൻസൽ. സോ ദർ വിൽ ബി നോ സെൽഫ് ഇൻഡക്ഷൻ ഇൻ ദ കോയിൽ. അപ്പോൾ റെസിസ്റ്റൻസ് ബോക്സിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ വയേഴ്സ് കൊണ്ട് കോയിൽ ഉണ്ടാക്കിയാൽ there will be no self induction. ഇതിനെയാണ് നമ്മൾ നോൺ ഇൻഡക്റ്റീവ് വൈൻഡിങ് ഇൻ റെസിസ്റ്റൻസ് ബോക്സസ് എന്ന് പറയാം. സോ ദിസ് നോൺ ഇൻഡക്റ്റീവ് വൈൻഡിങ് ഈസ് മെയ്ഡ് യൂസ് ഓഫ് ഇൻ resistance box. Coefficient of self induction, ഒരു പേരും കൂടി ഉണ്ട്, സെൽഫ് ഇൻഡക്റ്റൻസ്. L എന്നാണ് ഡിനോട്ട് ചെയ്യുക. നമ്മളൊരു കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ കോയിലിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. കറണ്ടിന്റെ സ്ട്രെങ്ത് കൂട്ടുകയാണെങ്കിൽ കൂടുതൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. So you can write the magnetic flux through a coil is proportional to the current passing through it, or phi-b proportional to I, or phi-b equals a constant L into I. L ന് പറയുന്ന പേരാണ് സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. Now we are going to define self inductance. നമുക്ക് 2 ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് സെൽഫ് ഇൻഡക്റ്റൻസ് ഡിഫൈൻ ചെയ്യാം. അതിൽ ആദ്യത്തെ ഇക്വേഷൻ ഇത് തന്നെയാണ്. If I equals 1 ampere, then phi b equals L. The self-inductance of a coil is the magnetic flux linked with the coil when a current of 1 ampere flows through it. രണ്ടാമത്തെ definition, you know the formula for induced EMF. E is equal to minus d phi b by dt. Phi b ന്റെ സ്ഥലത്ത് Li എന്ന് കൊടുക്കുക. You take L outside. So E equals minus L into di by dt. നമ്മൾ ന്യൂമറിക്കൽ വാല്യൂ എടുക്കുകയാണെങ്കിൽ മൈനസ് ഒഴിവാക്കിയിട്ട് E is equal to L into di by dt. If di by dt equals 1, then L equals E.
അപ്പോൾ എങ്ങനെ നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസിനെ ഡിഫൈൻ ചെയ്യുക? സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് the EMF induced in a coil when the rate of change of current is 1 ampere per second. So these are the two ways by which you can define self inductance. Self inductance in the unit ആണ് Henry or Weber per ampere. രണ്ടും SI യൂണിറ്റ് ആണ്. You can use either Henry H എന്നാണ് denote ചെയ്യുക, or else you can use Weber per ampere. Now we are going to define 1 Henry. We have E equals minus L into di by dt. If E equals 1 volt, di by dt equals 1 ampere per second, then L equals 1 Henry. നമ്മൾ ഈ നെഗറ്റീവ് വാല്യൂ ഒഴിവാക്കാണ്, നമ്മൾ ന്യൂമറിക്കൽ വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ. So you can define 1 Henry as the self-inductance of the coil is 1 Henry if an EMF of 1 volt is induced in the coil when the current changes at a rate of 1 ampere per second. The self-inductance of a coil is 1 Henry if an EMF of 1 volt is induced in the coil when the current changes at a rate of 1 ampere per second. ഇനി നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഡയമെൻഷണൽ ഫോർമുലയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. L is equal to E into dt by di. E എന്ന് പറഞ്ഞാൽ EMF ആണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷണൽ ഫോർമുല കാണാതെ അറിയില്ല എങ്കിൽ you can write the formula for potential, W by Q. അപ്പോൾ W ന്റെ ഡയമെൻഷണൽ ഫോർമുല ml square t raised to minus 2 dt എന്ന് പറഞ്ഞാൽ ടൈമാണ്. ടൈമിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ടി, ചാർജിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഐ ടി, കറണ്ടിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഐ. സോ യു വിൽ ഗെറ്റ് ഡയമെൻഷണൽ ഫോർമുല ഫോർ എൽ ഈക്വൽസ് എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 ഐ റേസ് ടു മൈനസ് 2. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. യു കൺസിഡർ എ സോളിനോയിഡ് of length L and total number of turns N wound over an area A carrying a current I. സോളിനോയിഡിന്റെ ലെങ്ത് L ആണ്, ആകെയുള്ള ടേൺസിന്റെ എണ്ണം ക്യാപിറ്റൽ N. സോളിനോയിഡ് കവർ ചെയ്യുന്ന ഏരിയ A and the solenoid is carrying a current I. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ n എങ്ങനെയാ കാണുക? സ്മോൾ n ഈക്വൽസ് total number of turns by unit length. So you can write capital N equals small n into L. So we have rewritten capital N in terms of small n. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. capital N total turns ആണ്, small n number of turns per unit length ആണ്. You have also studied that the magnetic field inside the solenoid B is equal to mu 0 Ni. Then what will be the flux inside the solenoid? Phi B. Flux in the formula NBA cos theta. നമുക്കൊന്ന് values substitute ചെയ്ത് നോക്കുക. N. Okay. B in the value mu 0 Ni. Area of the coil A. Cos theta in the value 1 ആണ്. So you can write phi B equals mu 0 N square AL into I. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ N നെ small n into L നാക്കി മാറ്റി എഴുതുകയാണ്. So you will get magnetic flux inside the solenoid phi B equals mu 0 n square AL into I. നമ്മൾ അതിന് equation 2 എന്ന് കൊടുത്തു. Okay. Let capital L be the self inductance of this solenoid. ഈ സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ക്യാപിറ്റൽ L ആണെങ്കിൽ what will be the formula for magnetic flux in the solenoid? നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ phi B equals L into I. അങ്ങനെ നമ്മൾ ഇക്വേഷൻ 3 എന്ന് കൊടുത്തു. അപ്പൊ എന്താ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായത്? നമുക്ക് ഈ സോളിനോയിഡിലുള്ള ഫ്ലക്സ് രണ്ട് ഇക്വേഷൻ വെച്ച് റിപ്രസെന്റ് ചെയ്യാം. ഒന്ന് mu 0 n square AL into I. രണ്ടാമത്തെ ഇക്വേഷനോ ഓൾസോ magnetic flux equals capital L into I.
ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3ഉം ഈ സോളിനോയിഡിലുള്ള ഫ്ലക്സിന്റെ ഇക്വേഷൻ ആണ്. സോ യു ക്യാൻ ഇക്വേറ്റ് 2 and 3. From 2 and 3 you will get Li equals mu 0 n square Al into I. ഐയും വെട്ടിപ്പോവും. Or you will get self-inductance of the solenoid capital L equals mu 0 n square Al. Mu 0 എന്ന് പറഞ്ഞാൽ permittivity of free space, small n, number of turns per unit length of the coil, A, area of the coil, L, length of the coil. So this is the expression for self-inductance of a solenoid. Now we are assuming that the solenoid is wound over a magnetic material of relative permeability mu r. ഈ സോളിനോയിഡ് നമ്മളൊരു മെറ്റീരിയലിന്റെ മുകളിലാണ് വൈൻഡ് ചെയ്തിരിക്കുന്നത്. ആ മെറ്റീരിയലിന്റെ റിലേറ്റീവ് പെർമിബിലിറ്റി mu r ആണ്. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് സെൽഫ് ഇൻഡക്റ്റൻസ് ആസ് L equals mu 0 mu r n square Al. So what happens to the self inductance if it is wound, if the coil is wound over a magnetic material? You can say that the self inductance increases mu r times. Two identical bulbs are connected as in figure. Figure നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു സെല്ലുണ്ട്. ഈ സെല്ല് രണ്ട് ബൾബിലേക്ക് B1ഉം B2ലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു. The two bulbs are identical. B1ലേക്ക് കറണ്ട് എത്തുന്നത് ഇൻഡക്ടർ വഴിയാണ്, ഒരു കോയിൽ വഴിയാണ്. B2ലേക്ക് കറണ്ട് എത്തുന്നത് ഒരു റെസിസ്റ്ററിലൂടെയുമാണ്. ഇതാണ് സിറ്റുവേഷൻ. വിച്ച് ഓഫ് ദ ബൾബ് ലൈറ്റ് അപ്പ് ഏർലിയർ? നമ്മൾ കീ ക്ലോസ് ചെയ്യുമ്പോൾ കറണ്ട് B1ലേക്കും B2ലേക്കും ഫ്ലോ ചെയ്യും. ഇതിൽ ഏത് ബൾബാണ് ആദ്യം കത്താന്നാണ് ചോദ്യം. ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, B1 എന്ന ബൾബിലേക്ക് കറണ്ട് എത്തുന്നത് ഒരു കോയിലിലൂടെയാണ് അല്ലേ. So when the key is closed, the current will start to increase through the coil. So there will be a change of magnetic flux in the coil and an EMF will be induced in it. This induced EMF will oppose the growth of the current from 0 to maximum. ഇതിലുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF കറണ്ടിനെ ഇൻക്രീസ് ചെയ്യാൻ സമ്മതിക്കില്ല. ആ ഫിനോമിനനെ സെൽഫ് ഇൻഡക്ഷൻ എന്നാ പറയാ. Due to self induction, the current will take some time to reach the bulb B1. നേരെ മറിച്ച് റെസിസ്റ്റൻസിൽ സെൽഫ് ഇൻഡക്ഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ കറണ്ട് B2ലേക്ക് വേഗമെത്തും. സോ B2 will light up earlier. രണ്ടാമത്തെ ചോദ്യം, what happens after some time? ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF കറണ്ടിനെ ഒപ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ കറണ്ട് എന്ത് ചെയ്യും? ഈ കറണ്ട് ഇൻഡ്യൂസ്ഡ് EMFനെതിരെ വർക്ക് ചെയ്ത് അത് മാക്സിമം ആവും. മാക്സിമം ആയി കഴിഞ്ഞാൽ B1ലും B2ലും ഒരേപോലെ കറണ്ട് എത്തും. ബോത്ത് ദ ബൾബ്സ് വിൽ ഗ്ലോ വിത്ത് സെയിം ബ്രൈറ്റ്നസ്. കറണ്ട് കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ സെൽഫ് ഇൻഡക്ഷൻ ഇല്ലല്ലോ അല്ലെ. കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോഴേ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുള്ളൂ, ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോഴേ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുള്ളൂ. കറണ്ട് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഫ്ലക്സിൽ ചേഞ്ച് ഇല്ല, ഫ്ലക്സിൽ ചേഞ്ച് ഇല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഇല്ല. അപ്പൊ കറണ്ട് കുറച്ച് കഴിയുമ്പോൾ കറണ്ട് കോൺസ്റ്റന്റ് ആവും. കറണ്ട് കോൺസ്റ്റന്റ് ആകുമ്പോൾ സെൽഫ് ഇൻഡക്ഷൻ ഇല്ല. B1ലും B2ലും ഒരേപോലെ കറണ്ട് എത്തും. Both the bulbs will glow with equal brightness. അടുത്ത ചോദ്യം, a bulb connected to an inductor and battery glows brightly before going off when switched off. Why? ഈ സർക്യൂട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു സെല്ലാണ്. ഈ സെല്ല് ഒരു ഇൻഡക്ടർ വഴി ബൾബിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്തു, സിറ്റുവേഷൻ ആണ് പറയുന്നത്. സ്വിച്ച് ക്ലോസ് ചെയ്തു, ബൾബ് കത്തുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ കീ ഓപ്പൺ ആക്കുകയാണ്. കീ ഓപ്പൺ ആക്കുമ്പോൾ എന്ത് സംഭവിക്കും? ബൾബ് ഓഫ് ആവും അല്ലെ. എങ്ങനെയാ ബൾബ് ഓഫ് ആവുക? നമ്മൾ സ്വിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിലുള്ള കറണ്ട്, ഈ കോയിലുള്ള കറണ്ട് മാക്സിമത്തിൽ നിന്ന് 0 ആവും. മാക്സിമത്തിൽ നിന്ന് 0 ആകുമ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും, അതിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഇൻഡ്യൂസ്ഡ് EMF കറണ്ടിനെ മാക്സിമത്തിൽ നിന്ന് 0 ആവാൻ സമ്മതിക്കില്ല. Induced EMF will oppose the decrease of current. അപ്പോൾ ബൾബ് കുറച്ച് സമയം എടുത്തിട്ടേ ബൾബ് ഓഫ് ആവുള്ളൂ. നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്താലും ബൾബ് ഓഫ് ആവാൻ കുറച്ച് സമയം എടുക്കും, ഡ്യൂ ടു സെൽഫ് ഇൻഡക്ഷൻ. A bulb and a coil is connected to an AC source through a key. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് DC ആണ്, AC ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ACന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. DC എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് കറണ്ട് ആണ്. 1 ആംപിയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആംപിയർ ആയിരിക്കും.
AC എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, നിങ്ങൾ ഇതിന്റെ ഡയഗ്രാം തന്നെ കണ്ടില്ലേ, കറണ്ട് കൂടി കൂടി മാക്സിമം ആവുന്നു, പിന്നെ കറണ്ട് കുറഞ്ഞ് 0 ആയി, നെഗറ്റീവ് ആയി, വീണ്ടും കൂടി. അപ്പോൾ കറണ്ടിന് പോസിറ്റീവ്, കറണ്ട് എപ്പോഴും വേരിയിങ് ആണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ കറണ്ടിന്റെ വാല്യൂ എപ്പോഴും ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഇൻഡക്ടറും ഒരു ബൾബും ഒരു AC-യിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ദ സർക്യൂട്ട് ഈസ് ഈക്വലന്റ് ടു, ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ L ആണ്, ബൾബ് ഒരു റെസിസ്റ്റൻസ് ആണ്. ഈ സർക്യൂട്ടിനെ നമ്മൾ LR സർക്യൂട്ട് എന്നാ പറയാ. ഒരു ഇൻഡക്ടറും ഒരു റെസിസ്റ്ററും ഉള്ള സർക്യൂട്ടിനെ നമ്മൾ LR സർക്യൂട്ട് എന്നാ പറയാ. ഒരു കപ്പാസിറ്റൻസും കൂടി ഉണ്ടെങ്കിലോ, L ഉണ്ട്, R ഉണ്ട്, കപ്പാസിറ്റൻസ് C ഉണ്ട്, അതിനെ നമ്മൾ LCR സർക്യൂട്ട് എന്നാ പറയാ. എനിവേ ഇൻ ദിസ് എക്സാമ്പിൾ, ഇൻ ദിസ് ക്വസ്റ്റ്യൻ, the circuit is an LR circuit. The switch is closed and after some time an iron rod is inserted into the coil. ഈ കീ ക്ലോസ് ചെയ്താൽ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. കറണ്ട് ഫ്ലോ ചെയ്യുമ്പം ഇതില് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും, സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവും, കോയിലാണ്. ഇൻഡ്യൂസ്ഡ് EMF കാരണം ബൾബിലേക്ക് കറണ്ട് എത്താൻ കുറച്ച് സമയമെടുക്കും. ചോദിക്കുന്നത്, ഇതിലേക്ക് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഇൻസേർട്ട് ചെയ്താൽ, ഒരു അയൺ റോഡ് ഈ കോയിലിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ സെൽഫ് ഇൻഡക്റ്റൻസിന് എന്ത് പറ്റുന്നതാണ് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ളൂ. സെൽഫ് ഇൻഡക്റ്റൻസ് ഇൻക്രീസസ് μr ടൈംസ് അല്ലേ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, when an iron rod is inserted into the coil, the self inductance L increases. What happens to the glow of the bulb? Third question അതാണ്, what happens to the glow of the bulb? സെൽഫ് ഇൻഡക്റ്റൻസ് കൂടുമ്പം ഇൻഡ്യൂസ്ഡ് EMFും കൂടും. സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന, കറണ്ടിന്റെ ഇൻക്രീസിനെയോ ഡിക്രീസിനെയോ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പൊ സെൽഫ് ഇൻഡക്റ്റൻസ് കൂടുമ്പം കറണ്ടിനെ കൂടുതലായിട്ട് ഒപ്പോസ് ചെയ്യും. കറണ്ടിനെ കൂടുതലായിട്ട് ഒപ്പോസ് ചെയ്താൽ ഈ ബൾബിലേക്ക് കറണ്ട് എത്താൻ സമയമെടുക്കും. അപ്പൊ ബൾബിന്റെ ബ്രൈറ്റ്നസ് ഡിക്രീസ് ചെയ്യും. സോ when the self inductance increases, the brightness of the bulb decreases. അടുത്ത ചോദ്യം, calculate the self inductance of a coil of 1000 turns in which a current of 4 ampere produces a flux of 4 microweber. എന്തൊക്കെയാ തന്നിരിക്കുന്നത്, നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് L ആണ് കാണേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ N is equal to 1000, കറന്റ് I is equal to 4 ampere, ഫ്ലക്സ് phi is equal to മൈക്രോ എന്ന് പറഞ്ഞാൽ 4 മൈക്രോ ആണ് അല്ലേ. അപ്പോൾ 5B equals 4 into 10⁻⁻6 വെബർ. നമുക്കറിയാം phi is equal to Li എന്നാണ്. N ടേൺസ് ആണെങ്കിൽ N phi is equal to Li എന്ന് വരും, or L is equal to N phi by I എന്നാണ് വരിക. എല്ലാ ടേൺസും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുക 1 into 10⁻³ ഹെൻറി.